ഹേയ് നേരെ എത്ര പൂരായി ഈ ചക്കര എന്തൊക്കെ എടുക്കണത് മനസ്സിലടങ്ങാറായിക്കണ്. ഹേയ് പെരയത്തെ പണി. ഹേയ് ചെക്കനെ നോക്കിയിട്ട് ഞാൻ ചെക്കക്ക് നേരത്തെ നീച്ച് പോകാനെന്താ. എടാ ഡാ ഓ ആരോടെ ഞാൻ പറയണത്? പൊട്ടനല്ലേ, ഞാൻ വിളിച്ചപ്പോൾ കേൾക്കുവോ? ഞാനിവിടെ കിടന്ന് തൊള്ളിട്ട് മിച്ചം. ഹേയ് ഡാ ചെക്കനെ ഞാൻ എടാ സൂക്ഷിച്ചിങ്ങനെ കേൾക്കുക ജി. ഓ പൊട്ടനി എടാ നീച്ച് വാങ്ങി മദ്രസയിൽ പോയിക്കോ ജി. എടാ പൊട്ടാ എടാ മയ മദ്രസയ്ക്ക് പോയിക്കോ. ജാര കണ്ടിട്ട് വെച്ച് കേൾക്കണത് ജേ. മദ്രസയ്ക്ക് പോകുമ്പോഴത്തേന് അവിടെ ഉണ്ട് ലോഡ് പാത്രം കേൾക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നെണ്ണിയ പാത്രമൊക്കെ ഉണ്ട്, അത് കേൾക്കിയിട്ട് പോയാൽ മതി കേട്ടാ. ഈ പൊട്ടനോട് ഞാൻ പഠിച്ചൂനെ ഇതൊരു മുണ്ടൊരു കുട്ടിയാണെങ്കിൽ മാണ്ടറക്കാൻ. ഹേയ് എന്നാ നീച്ചൂടെ വേഗം. അവിടെ ഉണ്ട് കേട്ടാ, വേമ്പാ ചെല്ലേ. ഹേയ് കജ്ജ് എന്താ ഈ പറഞ്ഞത്? ഇവിടെ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് വെജ്ജാ. വേണമെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് പൊയ്ക്കോ ജി, എനിക്ക് വെജ്ജാ. ഹേയ് നീ പനിക്കോ ഞാൻ ചായ ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഏറെ എന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? പാത്രം കഴുകി വെക്കാനാണ്. എനിക്ക് വെജ്ജ ഒരു പൊടിക്ക്. ഓ ചായ ഉണ്ടാക്കി കൊടുക്കാൻ. മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതൊന്ന് വെള്ളാരം കല്ലാമനമല്ലേ. പൊട്ട എല്ലാം ആരാലോചിച്ച് നിൽക്കണേ? നേരത്തെ പോലെ പോ നോക്ക് മദ്രസയ്ക്ക്. ഞാൻ തല കാച്ചൊക്കെ നല്ലപോലെ ഒതുങ്ങി ഇവിടെ നിന്നോ ജി. മനസ്സിലേക്ക് വെച്ചാത്തോട്ട് ആ ചെക്കൻ വന്നിട്ടാണ് ഇവിടെ ഒന്ന് അടിച്ചു തുടപ്പിക്കാൻ. ഇപ്പം വരൂ ചെക്കന്. ചെക്കന് കാണാൻ അഞ്ഞ പൈപ്പാണ്, നേരെ പൈപ്പാണ്. ചക്ക പോലെ അങ്ങനെ ചേർക്കുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. തിന്നാന്ന് ഒറ്റ വിചാരം. ഓ വന്നിക്കും തോന്നുന്നു. എന്നായിരിക്കണത് പോയോട്ടെ.
പഴം തിന്ന എത്ര നേരാണ്. എടാ ചെക്ക, പഴം തിന്ന് ഞാൻ നിന്ന് നിൽക്കല്ലേ, അവിടെ പണിയുണ്ട്. ഹേയ് പഠിച്ചോനെ, ഈ ചെക്കനോട് ഞാൻ പറഞ്ഞ് തോറ്റിക്കണേ. ഈ വെച്ചാത്തോട് തിന്നെ പൊട്ടാ. ഹേയ് എടാ, ഇത് മാത്രം തിന്നിരിക്കല്ലേ, പണിയുണ്ടടാ. ഒരു പഴം തിന്നാനേ ഇത്ര പണി എനിക്ക് നോക്കേ, അവിടെ പണിയുണ്ടെന്നേ. ഹേയ് കണ്ട റബ്ബേ, വല്ലാത്തൊരു പമ്പന്നോളന്നെ. ഒരു പള്ളയിലുള്ള ഒരു പെണ്ണാണ് ആ കുട്ടീനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഹേയ് അവളൊക്കെ വാണ്ടി പണി വേണ്ടേ. പഠിച്ചോനെ, ആ കുട്ടീൻ്റെ അനുഭവം പഠിച്ചോനെ, ആ തള്ളല്ല അപ്പം എങ്ങനെ നോക്കിയാണ് ഒരു കുട്ടിയാണ്. അല്ലാ, ഇതാണ് ഓരോരുത്തരുടെ മക്കളുടെ അവസ്ഥ. പഠിച്ചോനെ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ ഗതികേട് ഇങ്ങനെ തന്നെ ആവൂല റബ്ബേ. എല്ലാ മക്കളെയും പഠിച്ചോനെ കാക്കട്ടെ റബ്ബേ. പഠിച്ചോൻ ഏതായാലും ഓളെ വെറുതെ വിടൂല. ഈ കുട്ടീനെ എങ്ങനെ ദുൽമാട്ടണേന് പഠിച്ചോൻ എന്തെങ്കിലും ഓൾക്കൊരു പണി കൊടുക്കും. വല്ലാത്തൊരു പമ്പറന്നോള് പാവ കാണാൻ വെച്ചു. ഞാൻ വാതിലടിച്ച് പോട്ടാനി.